മോഷണം മുതൽ കണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഒഫൻസാണ്. അതിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ അയാളെ ഇന്ന് സ്വർണം മാത്രം എടുത്തുകൊണ്ട് ഇങ്ങ് പോരുന്നു. അവസാനം ഏതായാലും നിവൃത്തിയില്ലാതെ ഇപ്പോൾ അതിൽ 2 പേരെ, പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെയും, അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അന്വേഷണം നിൽക്കുമോ? യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ 30 കിലോ സ്വർണത്തിന് വേണ്ടിയാണോ ഇത്രയും ആളുകൾ ചേർന്ന് അന്ന്, അതായത് 2019 30 കിലോ സ്വർണത്തിനുള്ള വില നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പറയുന്നത് വന്നാൽ എത്ര വരും? 1-2 കോടി രൂപ വരും. അപ്പോൾ അതിൻ്റെ വില കണക്കാക്കിയാലേ അറിയുള്ളൂ. എന്നാലും അതിൽ കൂടുതലൊന്നും കാണത്തില്ല. അത് ഇത്രയും ആളുകൾ ചേർന്ന് ഇതിനു വേണ്ടി, ഈ പണത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ശബരിമല പോലുള്ള പരിപാവനമായ ആ പൂങ്കാവനത്തിൽ ഇതുപോലൊരു മോഷണം നടത്തുമോ? ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം എന്താ, അവിടെ വേറെ വിലയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതായത് വളരെ ആൻറ്റിക് വാല്യൂ ഉള്ള, അതിൻ്റെ വില പറഞ്ഞറിയിക്കാനൊക്കത്തില്ല, ആ രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഇതിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ സീസ് ചെയ്തേക്കുന്ന സ്വർണം എന്ന് പറയുന്നത് എത്ര, ഒരു 468 ഗ്രാമോ ഏതാണ്ട് സ്വർണം ഈ സീസ് ചെയ്തെടുത്തു. ഇതിനകത്തുനിന്ന് ഉരുക്കിയ സ്വർണ്ണമാണെന്നും പറഞ്ഞു. ഈ ഉരുക്കിയ സ്വർണം, അത് സ്വർണ്ണം അവർ ഉരുക്കിയിട്ടുണ്ടെന്നുള്ളത് അവർ തന്നെ സംഭവിക്കുന്നു. പക്ഷേ ഈ ഉരുക്കിയ സ്വർണ്ണമാണോ ഇതെന്നുള്ളതിന് ഒരു തെളിവുമില്ല നമുക്ക്. മാത്രമല്ല 2019 സ്വർണം ഉരുക്കിയിട്ട് ഈ ഇന്നാ പിടിച്ചോ, നിങ്ങൾ എടുത്തുകൊണ്ട് പോ എന്നും പറഞ്ഞ് അവിടെ ഈ സ്വർണം 2025 വരെ വെച്ചേക്കൂ ഒരു സ്വർണ്ണ വ്യാപാരി. അപ്പോൾ അത് ശരിയായ കാര്യമല്ല ഈ പറയുന്നത്. നമുക്കറിയാം അത് ശരിയായ സംഭവമല്ല. ഈ സ്വർണ്ണമൊന്നും അല്ല ആ എടുത്തുകൊണ്ട് കൊണ്ടുവന്നത്.